തിരമാലകളെ വിസ്റ്റാൻഡ് ചെയ്യൂ. തിരമാലകളെ തടഞ്ഞു നിർത്തും, കാറ്റിനെ തടഞ്ഞു നിർത്തും, തീരത്തെ സംരക്ഷിക്കും. ഇതുള്ളത് കൊണ്ടാണ് ഈ തീരം ഇങ്ങനെ കിടക്കുന്നത്. നിങ്ങൾക്ക് മണ്ണില്ലാതെ നമ്മൾ വീട് വെക്കുമ്പോൾ എന്ത് ചെയ്യും? വീടിന് കുഴിക്കുന്ന കുഴിയിലൊക്കെ നമ്മൾ മണ്ണോ അതല്ലെങ്കിൽ രാവലോ അതല്ലെങ്കിൽ മെറ്റലോ ഇട്ട് നമ്മൾ പൈല് ചെയ്യും. പൈല് ചെയ്തിട്ടാണ്. അതേപോലെ പ്രകൃതി നടത്തുന്ന പൈലിങ് ഈ പ്രദേശത്തുണ്ട്. അതുകൊണ്ടാണ് ഈ തീരം ഇങ്ങനെ സംരക്ഷിക്കപ്പെടുന്നത്. അതിൻ്റെ പുറത്ത് മാത്രമേ നിങ്ങൾക്ക് കടൽ ഭിത്തി കിട്ടാൻ പറ്റൂ. അതിന് പുറത്ത് മാത്രമേ നിങ്ങൾക്ക് ടെട്രാപോഡ് ഇടാൻ പറ്റൂ. ഈ തീരം സംരക്ഷിക്കണമെങ്കിൽ ഇവിടെ വേണ്ടുന്നത് മണലാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പോയാൽ അറിയാം, പല സ്ഥലങ്ങളിലും കടൽ ഭിത്തിക്ക് അടിയിൽ നിന്ന് മണ്ണ് വാരിക്കൊണ്ടു പോകുന്നു ഈ ഖനനം തുടങ്ങിയതിന് ശേഷം. പിന്നെയോ ഈ തീരഭൂമിക്കുള്ളിലായി, ഈ തീരത്തിന്, ഈ വരമ്പിന് ഉള്ളിലായി ലോകത്തിലെ ഏറ്റവും സവിശേഷമായ ഒരു പ്രദേശമുണ്ട്. അതിൻ്റെ പേര് കുട്ടനാടെന്നാണ്. അത് സമുദ്രനിരപ്പിന് താഴെയാണ്. സമുദ്രനിരപ്പിന് താഴെയുള്ള പ്രദേശം. അവിടെ കൃഷിയുണ്ട്, അവിടെ മത്സ്യങ്ങളുണ്ട്, അവിടെ കക്കയുണ്ട്, അവിടെ ഞണ്ടുണ്ട്, അവിടെ കരിമീനുണ്ട്, അവിടെ ആറ്റുവാളയുണ്ട്. സവിശേഷമായ മത്സ്യ ഇനങ്ങളുണ്ട്, അവിടെ കൃഷിയുണ്ട്. ഇത് കേരളത്തിൻ്റെ നെല്ലറയാണ് കുട്ടനാട്. അപ്പോ ഈ ബണ്ട് തകർന്നാൽ കുട്ടനാട്ടിലേക്ക് ഉപ്പുവെള്ളം കയറുകയും ഈ പ്രദേശം മുഴുവൻ കടലായി തീരുകയും ചെയ്യും.